കല, സിനിമ, ഭാഷാ വ്യത്യാസമന്യേ, സംസ്കാര വ്യത്യാസമന്യേ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ആളിപ്പടരുകയാണ്. നിർമ്മാതാവിന് 7 കോടിയോളം നഷ്ടമായി. അദ്ദേഹം ആത്മഹത്യാ വക്കീലാണ് എന്നൊക്കെ പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും പൊളിഞ്ഞ സിനിമയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ ലാഭമൊക്കെ എവിടെ പോയി? അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെ ശമ്പളം പോലും കൃത്യമായി കിട്ടിയില്ല എന്നാണ് അറിയുന്നത്. കലയെ സ്നേഹിക്കുന്ന നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നു, കലയെ സ്നേഹിക്കുന്നു. പക്ഷേ ചില ദോഷൈക ദൃക്കുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന കോലാഹലങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അവിവേകം ഒരു വ്യവസായത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. സിനിമയിൽ എന്തു സംഭവിച്ചു? സുമതി വളവ് എന്ന സിനിമയിൽ എന്ത് സംഭവിച്ചു? സുമതി വളവ് സിനിമയിലെ PRO ആയിരുന്ന പ്രതീഷ് ശേഖറിൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. നമസ്കാരം. കഴിഞ്ഞ ദിവസം മുരളിച്ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ പറയുന്ന സുമതി വളവ് എന്ന ചിത്രത്തിൽ PRO ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. ആദ്യമേ പറയട്ടെ, മുരളിച്ചേട്ടൻ അത്രയും നഷ്ടങ്ങൾ മുരളിച്ചേട്ടന് വന്നു എന്ന് അറിഞ്ഞതിൽ അതിന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഒപ്പം ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം, ഈ പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതും എങ്ങനെയാണ് നഷ്ടം വന്നതെന്നുള്ളതും അദ്ദേഹം പറയുന്ന പേരുകളിൽ ആരെങ്കിലും ആ പൈസ അടിച്ചുകൊണ്ട് പോയതാണോ എന്നുള്ളതും അദ്ദേഹം വെളിപ്പെടുത്തണം. അല്ലെങ്കിൽ അസോസിയേഷൻകാരോ അല്ലെങ്കിൽ മറ്റിതര ആൾക്കാരോ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇത് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരണം. ഒപ്പം ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പം ഞാൻ PRO ചെയ്തപ്പം ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ടീമുകളുണ്ട്. അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ അവർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഫെഫ്ക PRO യൂണിയൻ വരെ കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ടും ഒരു തുച്ഛമായ എമൗണ്ട്, അതിന്റെ ഒരു ശതമാനം അല്ലെങ്കിൽ 5% വരുന്ന ഒരു എമൗണ്ട് മാത്രമാണ് മറ്റൊരു വ്യക്തി എനിക്ക് നൽകിയത്. ഒപ്പം ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യൻസ്, അവർക്ക് പലർക്കും ഇനിയും പൈസ കിട്ടാൻ വേണ്ടിയുണ്ട്. ഒരു പൈസ കിട്ടാത്ത ആൾക്കാർ പോലും ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണ്, അഭിനേതാക്കളാണ്, ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. പിന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ആരെങ്കിലും ആക്രമിക്കുന്ന ഒരു സംഭവം ഇപ്പം നമ്മളൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും അവരെന്ത് തെറ്റാണ് ചെയ്തത്, ഇവരാണ് പൈസ അടിച്ചുകൊണ്ട് പോയതുണ്ടെങ്കിൽ അതും വ്യക്തമാക്കുക. അല്ലാത്ത രീതിയിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തോട്ടോ വ്യക്തിപരമായിട്ട് ആക്രമിക്കരുത്. ആദ്യം അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. പിന്നെ ഞാൻ ഇന്നലെയും മുരളിച്ചേട്ടനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്നിരിക്കുന്ന മനുഷ്യനാണ്. അപ്പം എവിടെയാണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് സത്യം പുറത്തു വരട്ടെ. അസോസിയേഷൻകാരും ഫിലിം അസോസിയേഷൻകാരും മറ്റ് ഇതര ആൾക്കാരും ഒക്കെ ഇടപെട്ട് സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ഒപ്പം ഈ പാവപ്പെട്ട മുരളിച്ചേട്ടൻ അങ്ങനെ പൈസ കിട്ടുകയാണെങ്കിൽ പൈസ കിട്ടട്ടെ. ഇതിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനും മറ്റിതര ആൾക്കാർക്കും എന്റെ കൂടെ വർക്ക് ചെയ്ത പിള്ളേർക്കും ഒക്കെ പൈസ കിട്ടട്ടെ. സിനിമ ജയിക്കട്ടെ. സുമതി വളവ് സിനിമയിലെ പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടവരും അതിൻ്റെ എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും ഇത്തരം പ്രവണതകൾ സിനിമാ ലോകത്ത്, പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകത്ത് ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാകേണ്ടതാണ്. നിർമ്മാതാക്കളില്ലാതെ സിനിമകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇല്ലാതെ നല്ല കലയെ സ്നേഹിക്കുന്നവർക്ക് നല്ല സിനിമകൾ ഉണ്ടാകുവാൻ ഉള്ള ഒരു ശ്രമം തുടരണം. എന്തായാലും ഇത്തരം തട്ടിപ്പും വെട്ടിപ്പൊക്കെ അവസാനിപ്പിച്ച് എല്ലാവർക്കും ആ സിനിമയെ ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. മറ്റൊരു വാർത്തയും വിശേഷവുമായി വേഗം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.